തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ബി.ജെ.പി പിന്തുണയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വിജയം. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമത മിനി ടീച്ചറെയാണ് ബി.ജെ.പി അംഗങ്ങൾ പിന്തുണച്ചത്. 11 വോട്ടുകളുമായി എൽ.ഡി.എഫും യു.ഡി.എഫും തുല്യത പാലിച്ചതോടെ ടോസിലൂടെയാണ് മിനി ടീച്ചർ വിജയിച്ചത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും. സാനു, മറ്റത്തൂരിൽ ഈ ബി.ജെ.പി എങ്ങനെയാണ് ഈ കോൺഗ്രസ് വിമതയ്ക്ക് കൈത്താങ്ങായത്? വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലാണ് ബി.ജെ.പി പിന്തുണയോടുകൂടി വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ മിനി ടീച്ചർക്ക് മിന്നും വിജയം സ്വന്തമായത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതയായിരുന്നു ഈ മിനി ടീച്ചർ. ബി.ജെ.പി അംഗങ്ങൾ മിനി ടീച്ചറെ പിന്തുണയ്ക്കുകയായിരുന്നു. തുടർന്ന് 11 വോട്ടുകളുമായി എൽ.ഡി.എഫും യു.ഡി.എഫും തുല്യത പാലിച്ചതോടെ ടോസിലൂടെ മിനി ടീച്ചർ വിജയിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സാനു ചേരുന്നുണ്ട്. സാനു, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ മറ്റത്തൂരിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ട്വിസ്റ്റിന് കളമൊരുക്കിയത് ബി.ജെ.പി ആണോ? എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ മറ്റത്തൂരിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ അട്ടിമറി, അതിന് സമാനമായിട്ടുള്ള ഒരു അട്ടിമറി എന്ന് തന്നെ വേണം നമുക്ക് ഈ വിഷയത്തിൽ പറയാനായിട്ട്. അതായത് ഈ മറ്റത്തൂരിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും അതിന് തൊട്ടു പിന്നാലെ 8 കോൺഗ്രസ് അംഗങ്ങൾ, അതായത് മൊത്തം ഉണ്ടായിരുന്ന 8 കോൺഗ്രസ് അംഗങ്ങൾ ഒരേപോലെ രാജിവെച്ച് വിമതരായി മാറുകയായിരുന്നു. തുടർന്ന് അവർക്ക് ബി.ജെ.പി പിന്തുണ നൽകി 4 പേര് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് പിന്തുണ നൽകിയതോടുകൂടി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ബി.ജെ.പിയുടെ പിന്തുണയോടെ ജയിച്ചു വരികയും പിന്നീട് അത് കോൺഗ്രസിന് തലവേദനയായതോടെ അവരെ രാജിവെപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് രാജിവെച്ചത്. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇന്നും വിമത ഭാഗത്തു നിന്നുണ്ടായിരുന്ന സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അതായത് വിമത ഭാഗത്തു നിന്നുണ്ടായിരുന്ന കോൺഗ്രസിന്റെ അംഗമായിട്ടുള്ള മിനി ടീച്ചറെയാണ് ബി.ജെ.പിയുടെ പിന്തുണയോടുകൂടി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് 11 വീതമാണ് ഈ വോട്ടുകൾ. അതായത് എൽ.ഡി.എഫിനും 11, അതേപോലെ തന്നെ പ്രതിപക്ഷ ഭാഗത്തുണ്ടായിരുന്ന അവർക്കും 11 വീതം വന്നതോടുകൂടിയാണ് ഈ ടോസിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും വിമതരുടെ ഭാഗം വിജയിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. നിലവിൽ ബി.ജെ.പിയുടെ പിന്തുണയോടുകൂടി മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉണ്ടായിരിക്കുന്നു. ഇതിനു മുൻപ് കെ.പി.സി.സി ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നും കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മറ്റത്തൂരിലെ വിമത നേതാക്കൾ തള്ളിയിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ബി.ജെ.പിയുടെ പിന്തുണയോടുകൂടി മറ്റത്തൂർ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റും വിജയിച്ചു വന്നിരിക്കുകയാണ്. സാനു, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ബി.ജെ.പി പിന്തുണയോടുകൂടിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി മിനി ടീച്ചർക്ക് വിജയം സ്വന്തമായിരിക്കുന്നത്. സാനു ആണ് വിവരങ്ങൾ നൽകിയത്.